ബിനു, പി ജയരാജൻ, കെ ശൈലജ, തോമസ് ഐസക്, എം സ്വരാജ്, എന്തെങ്കിലും സാമ്യത തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രക്തസാക്ഷിത്വം വഹിക്കുന്ന ആൾക്കാർ എന്ന ഒരു പ്രതീതി, സഖാക്കൾ. ഇനിയിപ്പം മരുമോനെ ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഇത്തരത്തിൽ കെടുത്തുക എന്നുള്ള പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഇതിലും ആവിഷ്കൃതമാക്കിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ആരാണോ തനിക്കോ അല്ലെ മരുമകനോ വികാരം സൃഷ്ടിക്കുന്ന അവരെ വെട്ടിമാറ്റുക എന്നുള്ളതാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിത്. കെ ശൈലജ അവസാനത്തെ രക്തസാക്ഷിയായിരുന്നു, നമുക്കതറിയാം. കാരണം ഈ വെറും ഷാഫി പറമ്പിലിൻ്റെയൊക്കെ കൂടെ പോയി തോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരു സഖാവ്, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ട വ്യക്തി, ഒരു കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്നു വന്ന മികച്ച ആരോഗ്യമന്ത്രി എന്ന് പേരെടുത്ത കെ ശൈലജയെ ഒതുക്കി അവസാനം അവരുടെ എന്താണോ അവരെ ഒരു ശവമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അതേ ശ്രേണിയിലേക്ക് ഇപ്പോൾ സ്വരാജും വന്നെത്തിയിരിക്കുകയാണ്. കാരണം സ്വരാജ് ഇതൊരു ആത്മഹത്യാപരമായ തീരുമാനമെന്നായിരിക്കും സ്വരാജ് മനസ്സിൽ കരുതുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടിയ സന്തോഷമെന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ഉള്ളിൽ കരയുകയാണ്. അപ്പോൾ അത് ബലിയാട് പിണറായി അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാം. പക്ഷേ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. മരുമകന് വേണ്ടി എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് അദ്ദേഹം. ശൈലജയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനേക്കാൾ ദയനീയമായിരുന്നു തോമസ് ഐസക്കിന്റെ കാര്യം. അനിൽ കെ ആന്റണിയോട് കഷ്ടിച്ച് കഴിച്ചിലായി പോയതാണ്, അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് പോയതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുകേഷിനെയും ലോക്സഭ പ്രേമേന്ദ്രനെതിരെ കൊണ്ടുവന്ന് നിർത്തി. ഇനി അടുത്ത മുകേഷിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ ഇല്ലാതാക്കി മാറ്റി. മുകേഷിന് പിന്നെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിലും ഇല്ല, അത് വേറെ കാര്യം. രാഷ്ട്രീയ ഭൂതകാലവും ഇല്ല, ഒന്നുമില്ല. ആരോടും ഒരു താല്പര്യമില്ല, വ്യക്തിപരമായിട്ടും താല്പര്യമില്ല, ആർക്കും കുടുംബപരമായിട്ടും എല്ലാം മുകേഷ് ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വെടക്കാക്കി തനിച്ചാക്കുക എന്നുള്ളൊരു സിദ്ധാന്തമാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് വളരെ വിദഗ്ധമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അദ്ദേഹം മരുമകനുമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഒരു പക്ഷേ പറയുന്നുണ്ടാവും, നമ്മൾ ഓരോ പണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫലം ഇന്ന ദിവസം വരും എന്നുള്ള രീതിയിൽ. പിന്നെ അൻവർ, ഈ പറഞ്ഞതുപോലെ അൻവർ ഒരു ശവമായി മാറി. കാരണം ആർക്കും വേണ്ടാത്ത എടുക്കാച്ചിറക്കായി അൻവർ മാറി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം തന്നെ വിജയിച്ചു പോകാൻ കഴിയും. കാരണം അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയെടുത്ത അവിടുത്തെ ഒരു മേൽക്കൈ, അതെല്ലാം തന്നെ വോട്ടായി മാറും. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ ആളാണ് അൻവർ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഒരിക്കലും അൻവർ മുൻകൈ എടുക്കില്ല. അൻവർ ഈ പറഞ്ഞതുപോലെ ഒരു നമ്മൾ വണ്ടി കയറി ചേരയെന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു കളയല്ലേ, നാളത്തെ പത്രസമ്മേളനത്തിൽ ചിലപ്പോൾ ബിനു എന്ന് പറയുന്ന പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഒതുങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷനോടുകൂടി പലരുടെയും സഞ്ചയന ലെറ്റർ അടിക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. എം സ്വരാജിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകാത്ത സംഗതി, ഈ കെ ബാബുവിനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനും മാത്രം കാലിബറുള്ള ഒരു നേതാവായിരുന്നു അല്ലേ. പിന്നെ അദ്ദേഹത്തിന് ആ മണ്ഡലം പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തെ അത്രയ്ക്ക് അങ്ങൊരു വലിയൊരു പ്രൊഫൈലിൽ നിർത്തേണ്ട കാര്യമുണ്ട്. കാര്യം ഒരു കയ്യിലൊരു മണ്ഡലം കിട്ടിയിട്ട് നിലനിർത്താൻ പറ്റാതെ പോയ ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്ര വലിയൊരു പ്രൊഫൈലിൽ നിർത്തേണ്ട കാര്യമുണ്ട്. ഈ സൈബർ ഇടത്തിൽ പോയിരുന്നുണ്ട്, വളരെ ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നു, സത്യാനന്തര കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനപ്പുറം പ്രവൃത്തി ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കാൻ അത്ര പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് എന്തോ ആ ഒരു ടെക്നിക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഒരു ഭൂതം ശരീരത്തിനകത്തേക്ക് കയറും. ഈ MA ബേബിക്ക് ഉള്ളത് പോലെ. അതായത് എന്തോ ഒരു ബൗദ്ധികമാണ് താനെന്നൊക്കെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം എന്തൊക്കെയോ മണ്ടന്മാരെന്ന് പറയുന്ന, എന്നാൽ ഇവർക്ക് അത്ര ബുദ്ധിജീവി സൃഷ്ടിച്ചെടുക്കുക. എന്നാൽ അത്ര വലിയൊരു ബുദ്ധിജീവിയല്ല. നമുക്കിപ്പോൾ പി ഗോവിന്ദപിള്ളയെ പോലെയൊക്കെയുള്ള ബൗദ്ധിക നേതാക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊന്നും ഇങ്ങനെയുള്ള ജാടകളൊന്നും കാണിക്കുന്ന ആൾക്കാരല്ല. ഇവരൊക്കെ എന്തൊക്കെയോ ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുകയും ചെയ്യും. സാധാരണക്കാരുടെ ഇടയിൽ വന്ന ഇവിടെ ചായയുണ്ടോ, ഇതെന്താണ് ചായ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് MA ബേബിയുടെയൊക്കെ പെരുമാറ്റങ്ങൾ. സ്വരാജും അതുപോലെയാണ്. സ്വരാജിൻ്റെ മുമ്പിൽ നമ്മൾ ചോറ് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അത് സ്വരാജിന് ചോറല്ലെന്ന്
ചോറാണെന്ന് അറിയാം, പക്ഷേ അത് ചോറല്ലെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു, ഇത് നെല്ലിലൂടെ വന്ന എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഈ ചില ആൾക്കാരുണ്ട്, പി രാജീവ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവർ വിചാരിച്ചിരിക്കുന്ന അവരെന്തോ വലിയ ബുദ്ധിജീവികളാണെന്നാണ്. പക്ഷേ അവർ പറയുന്ന വെറും മണ്ടത്തരാണെന്നുള്ളത് സാധാരണ കേരളീയ പൊതുസമൂഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്ര ഇതാണ്. കാരണം എപ്പോഴും മാറി മാറി വരുന്ന മുന്നണികളായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തിയ രണ്ട് പരാജയങ്ങൾ, ഒന്ന് കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മയുടെയും ഇവിടെ സ്വരാജിൻ്റെ തൃപ്പൂണിത്തറയിലെ സ്വരാജിൻ്റെയും പരാജയമാണ്. അപ്പോൾ ഈ രണ്ട് പരാജയം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പൊൻതൂവലിനേറ്റ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. അത് അതും കെ ബാബുവിനെ പോലെ അഴിമതിയിൽ മുങ്ങി നിന്ന ഒരു നേതാവ്, പിന്നീട് അദ്ദേഹം അൾസീമേഴ്സ് ഒക്കെ പിടിച്ച്. പക്ഷേ അതിൻ്റെ ഇടയിലും M മുകേഷ് അവിടെ ജയിച്ചു. അതെ, M മുകേഷ് വരെ ജയിച്ച സമയത്താണ് അതും കഷ്ടിച്ചാണ് ജയിച്ചത്, 1800 വോട്ടുകളിൽ. അപ്പോൾ അത് ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് ചരട് വലിച്ചു. സൂരജ് രവിയും ചൂർനാട് രാജശേഖരനും അടക്കം കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാറ്റി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ BJP തീരെ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ സ്വരാജിനെ പോലെയുള്ള ഈ ബുദ്ധിജീവി എന്ന് സ്വയം അവകാശപ്പെടുന്ന, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല, ബുദ്ധിജീവി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ സ്വരാജിനെ പോലെയുള്ളവരെ ഒതുക്കുക എന്നുള്ളതാണ് പിണറായിയുടെ തന്ത്രം. അതിൽ പിണറായി വിജയിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്ന ലൈക്കിന്റെ എണ്ണം നോക്കി ജനകീയത നിശ്ചയിക്കാനാവില്ല. അതെ, തീർച്ചയായിട്ടും. അതാണ് സ്വരാജിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. സ്വരാജ് ഈ ചാനൽ ചർച്ചകളിൽ വന്നാലും പറയുന്നത് എന്താണെന്ന് എതിർ പാനലിൽ ഇരിക്കുന്നവർക്കോ ആർക്കും, അവതാരകനോ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. എന്തൊക്കെയോ പറയുന്നു. അവരൊക്കെ വേറൊരു ലോകത്തിൽ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും എല്ലാം വളരെ വാദോരാതെ പറയുകയാണ്. അവർ MA ബേബിക്ക് പഠിക്കുകയാണ്. പക്ഷേ MA ബേബി പഠിച്ച് ഒരു കാര്യമില്ല. ഇപ്പം പിന്നെ വേറെ ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ട് പിണറായി പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നു. വേറെ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ജനറൽ സെക്രട്ടറി ഇല്ലാതെ, മറ്റേ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പോയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. സ്വരാജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നു, പോസ്റ്റുകൾ ഇടുന്നു. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് മുഹമ്മദ് റിയാസ്. പുള്ളി ഇപ്പൊ മുഹമ്മദ് റീൽസ് എന്നറിയപ്പെടും. അതെ. മുഹമ്മദ് റിയാസിന്റെ മറ്റൊരു പ്രത്യേകത, മുഹമ്മദ് റിയാസ് ഈ സ്വരാജിനെ പോലെ ഈ ബുദ്ധിജീവി ചമഞ്ഞുള്ള ഡയലോഗുകൾ അടിക്കില്ല. പിന്നെ ഈ ഇപ്പൊ കേന്ദ്രം കൊണ്ടുവരുന്ന ഇപ്പൊ റോഡിന്റെയും ഇതെല്ലാം സ്വന്തം പേരിലാക്കുക എന്നുള്ള ഒരു അമ്മായിയപ്പൻ ചെയ്യുന്നത് അതേപടി അനുകരിക്കുക. പിന്നെ പിണറായി വിജയനെ അനുകരിക്കുന്നുണ്ട് മുണ്ടുടുക്കുന്ന കാര്യത്തിലൊക്കെ. ഇപ്പം പുള്ളി ഇടത് വശത്ത് മുണ്ടുടുത്തുകൊണ്ടിരുന്ന ആളിപ്പോൾ നടുക്ക് മുണ്ടുടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില അനുകരണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ചില ബൈറ്റുകളൊക്കെ എടുക്കുമ്പോൾ ഈ പിണറായി കേൾക്കുന്നത് പോലെ ഒരു ആംഗ്യമൊക്കെ ഉണ്ടല്ലോ, ഒരു ആക്ഷനോ എന്താ പിണറായി പറയുമല്ലോ, ഒരു ആക്ഷൻ പ്രത്യേക ആക്ഷനിലൊക്കെ ആ ബൈറ്റിന് ബൈറ്റ് കൊടുക്കുന്ന അതൊക്കെ അങ്ങനെ ഒരു രീതിയിലേക്ക് വരികയാണ്. കാരണം അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ശ്രമമാണല്ലോ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഈ നമ്മൾ ഈ ഇലക്ട്രിക് ലൈൻ ചില്ലകൾ ഒരുക്കി കൊടുക്കുന്നത് പോലെ, മരങ്ങളുടെ ചില്ലകൾ ഒതുക്കി കൊടുക്കുന്നത് പോലെ പിണറായി മരുമകന് വേണ്ടി ചില്ലകളെല്ലാം ഒതുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പൊ പിണറായി 3.0 ആയിരിക്കില്ല, മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ഒരു അടുത്ത തവണ കൂടി പിണറായി ഭരണത്തിലേക്ക് വരും. ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്നുകിൽ അനാരോഗ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ എന്തെങ്കിലും ഒരു കേസ് വരുമ്പം ഞാൻ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റാമല്ലോ. ആ രീതിയിൽ ഇപ്പം ആൻ്റണി ഒരു തവണ കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി ആക്കിയതുപോലെ ആ രീതിയിലൊരു കളിയായിരിക്കാം നടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം പിണറായി ഭരിച്ച ശേഷം എനിക്കിനി കുറച്ച് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ട്. ഇപ്പം നിലമ്പൂരിൽ സ്വരാജ് തോറ്റ അടുത്തവണ സീറ്റും കൊടുക്കണ്ട, സുഖമായി. അതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.